ഇടുക്കി ജില്ലയിൽ അതിതീവ്ര മഴ, ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലുമായി 2 പേർ മരിച്ചു. അതേസമയം ജില്ലയിൽ മഴക്കെടുതികളും രൂക്ഷമാണ്. ജില്ലയിലെ 5 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി ആന്റണി മുനിയറ ചേരുന്നു. ആന്റണി, പുതിയ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അനന്തൂർ റെഡ് അലർട്ട് നിലനിൽക്കുന്ന ഇടുക്കിയിൽ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലും 2 പേരാണ് മരിച്ചത്. കുടയത്തൂർ അടൂർമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മഷിക്കല്ലിൽ സുമതിയും വാഗമൺ കോലാഹലമേട്ടിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് വൈക്കം സ്വദേശി പ്രഭാകരൻ നായരുമാണ് മരിച്ചത്. മഴക്കെടുതിയിൽപ്പെട്ട കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനായി ജില്ലയിൽ 7 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. തൊടുപുഴ താലൂക്കിൽ മുട്ടം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലും ആലക്കോട് ചവർണ അംഗൻവാടിയിലും തട്ടേക്കണ്ണി കമ്മ്യൂണിറ്റി ഹാളിലും ഇടുക്കി താലൂക്കിൽ കീരിത്തോട് ഗവൺമെൻറ് LP സ്കൂളിലും ദേവികുളം മന്നാങ്കണ്ടം വില്ലേജിൽ അടിമാലി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും ക്യാമ്പ് തുറന്നു. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളും വിനോദസഞ്ചാരികളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് അറിയിച്ചു. അത്യാവശ്യ ആവശ്യങ്ങൾ ഒഴികെ ഇടുക്കിയിലേക്കുള്ള യാത്രകൾ പൂർണ്ണമായി ഒഴിവാക്കണം. കൊച്ചി ധനുഷ്കോടി ദേശീയപാത, നേര്യമംഗലം മൂന്നാർ റോഡ്, വണ്ടിപ്പെരിയാർ, വാഗമൺ, ഏലപ്പാറ എന്നിവിടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. അതിശക്തമായ മഴയെ തുടർന്ന് തൊടുപുഴ മൂവാറ്റുപുഴ നദികളിലെ ജലനിരപ്പ് ഗണ്യമായി ഉയർന്നതിനാൽ മലങ്കര ഡാമിൻ്റെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനായി ഷട്ടറുകൾ താഴ്ത്തി ക്രമീകരിച്ചതായി അധികൃതർ അറിയിച്ചു. കല്ലാർകുട്ടി, പാമ്പള അണക്കെട്ടുകളിലെ ഷട്ടറുകളും തുറന്നു. റെഡ് അലർട്ട് പിൻവലിക്കുന്നതുവരെ മലയോര മേഖലയിൽ വൈകിട്ട് 7 മണി മുതൽ രാവിലെ 6 മണി വരെ യാത്ര നിരോധിച്ചു. തോട്ടമേഖലയിൽ അപകട സാധ്യത കണക്കിലെടുത്ത് എസ്റ്റേറ്റ് ഉടമകൾ ജാഗ്രത പുലർത്തണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. അനന്തു. ശരി, ഇടുക്കി ജില്ലയിൽ അതിതീവ്ര മഴ തുടരുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും 2 പേർ മരിച്ചിരുന്നു. മഴക്കെടുതികളും ജില്ലയിൽ രൂക്ഷമാണ്. 7 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് നിലവിൽ തുറന്നിട്ടുള്ളത്. ആന്റണി മുനിയറയാണ് വിശദാംശങ്ങൾ നൽകിയത്.